അവൾക്ക് അവളുടെ സമ്പത്തിൽ വിശ്വാസമായിരുന്നു, വൈദ്യന്മാരിൽ വിശ്വാസമുണ്ടായിരുന്നു, ഈ ലോകത്തെ അവൾക്ക് വിശ്വാസമായിരുന്നു. എന്നാൽ 12 സംവത്സരങ്ങൾ രക്തസ്രാവം ബാധിച്ച ലോകത്തെയും വൈദ്യന്മാരെയും തൻ്റെ ധനത്തെയും എല്ലാം വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. അവളുടെ ഉള്ളിലെ വിശ്വാസം മറ്റൊരു വിധത്തിലേക്ക് മാറി. അവൾ ഹൃദയത്തിൽ ചിന്തിച്ചു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും, ഞാൻ സൗഖ്യമാകും. വലിയ പുരുഷാരത്തിന് നടുവിലൂടെ ഈ രക്തസ്രാവമുള്ള സ്ത്രീ നടന്നു ചെന്ന് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രാവം നിന്നു. ഇത് പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിൻ്റെ ചരിത്രമാണ്. അവിടെ അവളെ മതം മാറ്റുകയല്ല, പ്രത്യുത അവൾക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യം നടത്തിത്തരാൻ യേശു മതിയായവനെന്ന് അവൾ വിശ്വസിച്ചു. ആ വിശ്വാസത്താൽ അവൾ മുന്നോട്ട് നീങ്ങി യേശുവിനെ തൊട്ടു. ഇന്നത്തെ കാലത്തെ പല രാഷ്ട്രീയ പ്രമുഖന്മാരും ഈ കാലത്തെ പല ദൈവവുമായിട്ട് അടുത്ത ബന്ധമുള്ളവരുമൊക്കെ അങ്ങനെ ഒരു സ്ത്രീ വന്ന് തൊട്ടാൽ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആർക്കും യേശുവിനെ തൊടാം. അവിടെ കറുപ്പെന്നോ വെളുപ്പെന്നോ ജാതിയോ ജോലിയോ വിദ്യാഭ്യാസമോ മറ്റൊന്നും അവിടെ വിഷയമല്ല. ആർക്കും യേശുവിനെ തൊടാം, ആർക്കും യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. അവൾ യേശുവിനെ തൊട്ടപ്പോൾ യേശു അശുദ്ധനായില്ല, അവൾ വിശുദ്ധയായി തീർന്നു. എന്താ യേശു അശുദ്ധനാകാതിരുന്ന് ചോദിച്ചാൽ, യേശു ദൈവമായതുകൊണ്ട്, യേശു കർത്താവായതുകൊണ്ട്, ഈ രക്തസ്രാവം ബാധിച്ച സ്ത്രീയെയും സൃഷ്ടിച്ചവൻ യേശു ആകുന്നതുകൊണ്ട്, യേശു ദൈവമായതുകൊണ്ട് യേശു അശുദ്ധനായില്ല, പകരം അവൾ വിശുദ്ധയായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതുപോലെ വിശുദ്ധിയിൽ ഭയങ്കരനായ ഒരു ദൈവം മറ്റൊന്നുമില്ല. യേശു വിശുദ്ധനാണ്. യേശുവിനെ ആർക്കും തൊടാം. ഈ ലോകത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പിൻപറ്റിപ്പോന്നിരുന്ന വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, നിങ്ങൾക്ക് അഭയം ചെല്ലാൻ, അടുത്തു ചെല്ലാൻ, നിങ്ങളുടെ വിഷയങ്ങൾ പറയാൻ യേശുവുണ്ട്. യേശു ദൈവമാണ്. യേശുവും ദൈവമാണെന്നല്ല, യേശു ദൈവമാണ്.